ടീമേ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ എന്ന് പറഞ്ഞ മച്ചി നമ്മളുടെ പ്രേക്ഷകരോട് സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്ന് ആഗസ്റ്റ് 15 നിങ്ങളെല്ലാവരും ആഘോഷം കേട്ടാ. ഞങ്ങളൊരു പൂക്കടയിൽ ഉദ്ഘാടനം ചെയ്യാൻ പോണേ. അങ്ങനെ ഒരു അവസരം കിട്ടിയതിന് നിങ്ങളെ ആ നാട്ടുകാരോടും ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോൾ ഞങ്ങളിന്ന് ഓഗസ്റ്റ് 15 രാവിലെ തന്നെ ഞങ്ങൾ ഇപ്പോൾ ഒരു 12:30 ഉണ്ട്, രാവിലെ അല്ല ഉച്ച സമയത്താണ് ഉദ്ഘാടനം. ഞങ്ങൾ 3 പേരും കൂടി പള്ളുരുത്തിയിൽ ഒരു പൂക്കടയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി വിളിച്ചങ്ങനെയാണ്. എല്ലാം ഇപ്പോൾ 3 നാളായല്ലോ ഒരുമിച്ച് പോകുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷം ഇന്ന് സ്വാതന്ത്ര്യ ദിനത്തിൽ ഇങ്ങനെ ഒരു അവസരം തന്ന ആ ഓണറിന്. അപ്പോൾ ഓണറിന് നന്ദി പറയാനാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരിക്കലും നമ്മൾ വിചാരിച്ചിട്ടില്ല 3 പേരും കൂടിയൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ പോകുമെന്നൊക്കെ. നീ വിചാരിച്ചിട്ടുണ്ടോ? ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അമ്മച്ചി ഞങ്ങൾ രണ്ടും കൂടി ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ജനീഷ് എന്നെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാറുണ്ട്. അതെനിക്ക് വളരെ സന്തോഷമാണ്. അങ്ങനെയാണ് ഞാൻ തോപ്പുംപടിയും എറണാകുളമൊക്കെ കാണാനിട വന്നത്. ഇപ്പോഴും എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ മുണ്ടമ്മലി അല്ലാതെ വേറെ ഒന്നും നടന്നിവിടെ. അപ്പോൾ അമ്മച്ചി എപ്പോഴും പറയുമായിരുന്നു ഞാൻ കല്യാണം കഴിക്കണമെന്ന് മുമ്പേ വർഷങ്ങളായിട്ട് നീ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നിൻ്റെ പെണ്ണിനെ എല്ലായിടത്തും നീ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ സംഭവിച്ചു. കല്യാണം കഴിച്ചിട്ട് ഉദ്ഘാടനത്തിന് വരെ താരനെ വിളിക്കുന്നുണ്ട് ആൾക്കാർ. അത് സോഷ്യൽ മീഡിയയിൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് താരനെയും അമ്മച്ചിനെയും കൂട്ടാൻ പറയും. അപ്പം അമ്മച്ചിക്ക് ഒരുപാട് ദൂരമൊന്നും വരാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മച്ചി അടുത്തുള്ള ഉദ്ഘാടനങ്ങളിലൊക്കെ വരുള്ളൂ അമ്മച്ചി. അപ്പോൾ ഇന്ന് അടുത്ത ഉദ്ഘാടനം വേണ്ട ദുബായിലൊക്കെ അമ്മച്ചിനെ വിളിച്ചിട്ടുണ്ട് ഉദ്ഘാടനത്തിന് പരിപാടിക്കൊക്കെ. അമ്മച്ചിക്ക് ഫ്ലൈറ്റിൽ കയറാനൊക്കെ ഭയങ്കര പേടിയാണ് അല്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉദ്ഘാടന സ്ഥലത്തേക്ക് പോകുന്നതിന് ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ എങ്ങനെയൊക്കെ വരുമെന്നൊന്നും അറിയാൻ പോലെ കേട്ടോ. അപ്പോൾ ഭയങ്കര ആളൊക്കെ കുറവാണ് കേട്ടോ. ഇങ്ങനെ ഫാമിലി മാത്രം ഉണ്ടാവുള്ളൂ. ചെറിയൊരു കടയാണ്. അപ്പോൾ താരം വിചാരിക്കേണ്ട ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടാവില്ല അവിടെ. നമ്മൾ അവിടുത്തെ ഫാമിലിയും അവിടുത്തെ വീട്ടുകാരും മാത്രമേ ഉണ്ടാവുള്ളൂ. കുഴപ്പമില്ലല്ലോ, മതി അത് മതി. അപ്പോൾ ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ. അപ്പം ഞാൻ കടയിൽ എത്തിയിട്ട് നമുക്ക് കാണാം. നിങ്ങൾ എല്ലാവരും അവിടേക്ക് വരിക. അതെ ചേട്ടാ നമ്മുടെ ഫോട്ടോ, അമ്മച്ചി നമ്മുടെ ഫോട്ടോ കണ്ടോ, ഫ്ലെക്സ് ചെയ്യുന്നുണ്ടോ? ഇതാരാ നോക്കേ. അപ്പോൾ നമ്മൾ റോസാ മിസ്റ്റിക്കയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ഇനോഗ്രേഷൻ ചെയ്യാൻ പോണേ. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി. അപ്പോൾ ആൾക്കാരെയൊക്കെ കണ്ടപ്പോഴില്ലേ എനിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ വന്നു. എന്നാലും സാരമില്ല, പതുക്കെ അമ്മച്ചിയെ കാറിൽ നിന്നൊക്കെ ഇറക്കുവാണ് കേട്ടോ. അപ്പോൾ ക്യാമറ പിടിക്കുന്നത് ചേട്ടനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ക്യാമറയിൽ കാണാത്തത് കേട്ടോ. അങ്ങനെ ആൾക്കാർ ഞങ്ങളെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. കുറേ പേരുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും പേരൊക്കെ കണ്ടതിൽ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ബൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ചു, അമ്മച്ചി വാങ്ങിച്ചു, പിന്നെ ചേട്ടന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ബൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇനോഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. വളരെ സന്തോഷം. ഇന്നത്തെ സന്തോഷത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി ആയിട്ടാണ് വന്നേക്കുന്നത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അത് ഓഗസ്റ്റ് 15 തന്നെ ഞങ്ങൾ പ്രത്യേകിച്ച് ഉദ്ഘാടനം താര വന്നതിന് ശേഷം ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞാനും അമ്മച്ചിയും കൂടി ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം നാട്ടിൽ ഇങ്ങനൊരു സംരംഭം തുടങ്ങിയപ്പോൾ നമ്മളെ വിളിച്ചതിൽ വളരെ സന്തോഷം. എന്നെക്കാളും കൂടുതൽ അമ്മച്ചിയായിരിക്കും ഇത് സംസാരിക്കുന്നതിന് ഏറ്റവും നല്ലത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസങ്ങളാണ്. നമുക്ക് എവിടെ ഇപ്പം സ്വാതന്ത്ര്യമായിട്ട് നടക്കാനുള്ള അനുവാദമുണ്ട്. പിന്നെ മാതാവിൻ്റെ സ്വർഗാരോഹണ ദിവസവും പിതാവെ ഈ കടയും ഈ കടയിലുള്ള പരിസരവാസികളെയും അങ്ങയുടെ ദിവ്യപ്രകാശം കൊണ്ട് നവീകരിച്ച് അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ബിനീഷേട്ടൻ്റെയും അമ്മച്ചിയുടെയും കൂടെ എൻ്റെയും കൂടി ഇൻവൈറ്റ് ചെയ്തതിന് ഇവിടുത്തെ ഓണേഴ്സിനോടും ഇവിടെ എല്ലാവരോടും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാനൊരു സാധാരണക്കാരിയായ ഒരു കുട്ടിയാണ്. അപ്പോൾ എനിക്കും ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്ന എല്ലാവരോടും നന്ദിയുണ്ട്. അതുപോലെ തന്നെ റോസ് മിസ്റ്റിക്കയിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ ഈ ഷോപ്പ്. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. താങ്ക് യു. നാട്ടിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ നമ്മുടെ നാട്ടുകാർ വേണം ഇത് വിജയിപ്പിക്കാനായിട്ട്. നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ
മെയിൻ റോഡിലൊക്കെ പോയി മേടിക്കണത്. അപ്പോൾ ഇനി നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ വന്നപ്പോൾ കല്യാണ ആവശ്യങ്ങൾക്ക് എന്താവശ്യങ്ങൾക്കും നമുക്ക് ഇവിടെ വന്ന് മേടിക്കാം. അധികം വിലയൊന്നുമില്ല, എല്ലാ സാധനങ്ങളും ഉണ്ട്. അത്യാവശ്യം വലിയ ഷോപ്പാണ് ഇവിടെ കൊച്ചിയിൽ. ഇത്ര വലിയ ഷോപ്പുകൾ പൂക്കടയൊക്കെ കുറവാണ്, സാധാരണ ചെറിയ ഷോപ്പുകളായിരിക്കും എല്ലായിടത്തും. പിതാവേ, ഞങ്ങൾ ഇന്നേ ദിവസം ഇവിടെ സമയത്ത് എത്തിച്ചവർക്ക് ഞങ്ങൾ എന്ന് പറയുന്നു ചെറിയ മധ്യസ്ഥന്മാരെ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്ക് പുണ്യാളത്തിമാരെ ഈ കടല് അനുഗ്രഹിച്ച് അങ്ങയുടെ ദിവ്യപ്രകാശം കൊണ്ട് എല്ലാവരും അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ. അങ്ങയുടെ തിരുശനെ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന യാചന സ്വീകരിച്ച് ഈ കടയെ നവീകരിക്കണമേ. വലത്തേക്ക് ആലോചിക്കാറുണ്ടേ പിടിച്ചു വെച്ച് കയറിക്കാൻ ഓക്കെ. എന്നാൽ കുഴപ്പമില്ല, നമുക്കിതിങ്ങനെ നീക്കി വെക്കാം നടുക്കാട്ട് വെച്ചിട്ട്. ആ അമ്മ കത്തിക്കട്ടെ. ആരാണ് അമ്മ? കുട്ടികൾ പേരക്കിടങ്ങൾ എല്ലാവരും പറ്റേ. അമ്മനെ കൂടെ കത്തിക്ക്. അമ്മ ആ അതെ കത്തി. വാ, മൂന്നിനും കൂടെ കത്തിക്കാം. പിടിച്ചോ, കൈ പിടിച്ചോ. ബാക്കിയെല്ലാം കത്തിക്കാൻ. ഭാര്യയും ഭർത്താവും കൂടെ ഒന്നും കത്തിക്കാം. കുട്ടികളെല്ലാവരും കൂടെ ഒന്നും കത്തിക്കാം. ആദ്യം കത്തിക്കാം. ഇല്ല, ആദ്യം നിങ്ങൾ കത്തിക്കാം. പിള്ളേരെല്ലാരും പിടിക്ക്. ഇപ്പുറത്ത് വാ, കൊച്ചിപ്പൂടോ പറയാലോ വലുതാകുമ്പോ. പിടിച്ചോ ചേച്ചി. രണ്ടെണ്ണം കൊണ്ടുണ്ട്. ഇനി ആരെങ്കിലും കൊണ്ട് കത്തിക്കും. സ്വന്തപ്പെട്ടവരാരാ കത്തിക്ക്. ഞാനൊരാളാ. ലഡു ഒക്കെ കൊടുക്കാം ആൾക്കാർക്ക്. എടുത്തെടുത്ത പിള്ളേരൊക്കെ എടുക്ക്. വെച്ചെടുത്തോ, എടുക്ക്. നിങ്ങളുടെ എനിക്ക് കുറച്ച് കൊടുത്താൽ മതി. കടയൊക്കെ കാണാണ്ട് അകത്തൊന്ന് കഴിക്ക്. ലഡു കഴിക്കൂലേ നീ? ലഡു കഴിക്കില്ല. ജിലേബി ഉണ്ടെന്നാ. ജിലേബി ഒക്കെ എടുത്ത് കൊടുക്കട്ടാ. കഴിക്കട്ടാ.
കടയൊക്കെ കയറിക്കാണ് കേട്ടാ. കണ്ടല്ലേ, കഴിക്കാട്ടാ. ഇതൊന്ന് ഓരോരുത്തർക്കും കൊടുത്തേക്ക്, ആരെങ്കിലും ഒരാൾ കൊടുത്തേക്ക്. ഇതാണ് നമ്മുടെ റോസ് മിസ്റ്റിക്കയുടെ ഓണർ. അപ്പോൾ എന്താണ് ഷോപ്പിനെ കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ കല്യാണ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. റെൻറ്റും സെയിലും ഉണ്ട്, കസ്റ്റമൈസ്ഡ് ഉണ്ട്. നമുക്ക് കസ്റ്റമൈസ്ഡ് റെൻറ്റും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ടൈമിങ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഒരു 8 o'clock തൊട്ട് 6 PM വരെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യും. നമുക്ക് റെൻറ്റിന് ഇവിടെ വരുന്നത് കല്യാണത്തിൻ്റെ മന്ത്രകോടി ട്രേ, മന്ത്രകോടി ബാസ്ക്കറ്റുകൾ, പിന്നെ വെഡ്ഡിങ് ഗാർലൻഡുകൾ, പിന്നെ അംബർലാസ്, ഫോട്ടോഷൂട്ട് അംബർലാസ്, അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഫ്രഷ് ഫ്ലവറും അവൈലബിൾ ആണ്. കാർ ഡെക്കറേഷൻസ്, പിന്നെ ചെറിയ ഇവൻറ്റ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും നമുക്ക് കസ്റ്റമൈസേഷനും അല്ലാണ്ടും നിങ്ങൾക്ക് നേരത്തെ ഓർഡർ ചെയ്തിട്ടും അതല്ല റെഡി ടു ബൈ ആണെങ്കിലും നമുക്ക് ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഷോപ്പിൻ്റെ ടൈമിങ് ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമ്മളൊരു 8 o'clock തൊട്ട് 6 വരെയാണ് നമ്മളിപ്പോൾ. അത് കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഒന്ന് പറയാമോ? ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് പള്ളുരുത്തി MLA റോഡ് നിയർ സെന്റ് ലോറൻസ് ചർച്ചിൻ്റെ അടുത്താണ്. അപ്പോൾ ആദ്യ വിൽപ്പന നടക്കുന്നത്. അങ്ങനെ ഷോപ്പിൻ്റെ വകയായിട്ട് എനിക്കും ചേട്ടനും കൂടി ഒരു സമ്മാനം കിട്ടി, പിന്നെ അമ്മച്ചിക്കും കൂടി കിട്ടിയിട്ടോ. അപ്പോൾ ആ സമ്മാനം വാങ്ങിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ അവർക്ക് താങ്ക്സ് ഒക്കെ പറയുകയാണ് ചേട്ടൻ. പിന്നെ ഫോട്ടോ സെക്ഷൻ ഉണ്ടാ, അപ്പോൾ ഓരോരുത്തരും വന്നിങ്ങനെ ഫോട്ടോ എടുക്കണേ ഉണ്ടാ. സാധാരണ എല്ലായിടത്തും പോകുമ്പോൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അവരുടെ ക്യാമറയിലാണ് ഫോട്ടോ എടുക്കണത്. അപ്പോൾ അവരുടെ കസിൻസും കാര്യങ്ങളൊക്കെയാണ് ഇത്. എങ്ങനെ ഉണ്ടായി? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഞങ്ങളിപ്പോൾ അവിടേക്ക് പോയി. അപ്പം ഇവിടെയാണ് കേട്ടോ. അപ്പം ഇവിടേക്ക് കയറാം. ഇവിടെ അല്ലേ? ആ ഇത് തന്നെ വാ. മുകളിലാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓ അമ്മച്ചി ഫസ്റ്റ് കയറട്ടെ. താഴെ പോയി കയറിയാ ഇപ്പൊ. എന്നാൽ കുറച്ച് ലോങ് സ്റ്റെപ്പാണ്. അപ്പം അതൊക്കെ കാണാൻ കഴിയും. ആ അതെ. പിന്നെ കല്യാണട്ടോ വാ കല്യാണട്ടോ. മാറ്റൊക്കെ ഉണ്ട്, സ്വല്പം മാത്രം മതി. അമ്മച്ചി കുറച്ച് കഴിക്കുള്ളൂ കേട്ടോ. ഇത്രയും കഴിക്കാൻ പറ്റൂല. രാവിലത്തെ ഫുഡ് താമസിച്ച് കഴിച്ച ഒരു പാത്രം കൂടെ ഞാൻ താരക്കൂട് കയ്യിലോട്ട് അത്ര കഴിക്കുള്ളൂ. ബാക്കിയൊന്നും ആരും കഴിക്കൂല. വീട്ടിലൊക്കെ ആണെങ്കിൽ പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് കഴിക്കും. ഒരു പാത്രം തന്നേക്ക് എന്നാലും പ്ലേറ്റിൽ ചെരുപ്പ് വരുവാണോ? ചെരുപ്പൂരടാ. കാൽപാത്രം തന്നെ അമ്മച്ചിക്ക് തീർന്നു കൊടുക്കാം. ഉണ്ടെന്ന് പറയാൻ കഴിക്കാൻ പറ്റണ്ടേ? കാല് പ്ലേറ്റ് കൊണ്ട് തന്നാൽ ചേട്ടാ. ഞങ്ങൾക്ക് സ്വല്പം ഇല്ല, എന്താണ് നിർബന്ധിക്കണ്ട, ഞാൻ സ്വല്പം കഴിക്കോളൂ. പ്ലേറ്റും ചീത്തകണ്ട, ഭക്ഷണം ചീത്തകണ്ട. പ്ലേറ്റ് കൊടുത്താൽ എത്ര കഴിക്കൂല, ഒരു പിടി കഴിക്കുള്ളൂ. പ്ലേറ്റ് ജീവനെ ക്യാമറ ഓടിക്കണം കേട്ടാ. ചിക്കൻ ചിക്കൻ ഇത്ര മതിയോ? എത്ര മതി? ഞാൻ കൊടുക്കാം ചിക്കൻ. കഴിച്ചു തുടങ്ങിയോ? ഒരു പാത്രം കൂടെ കൊണ്ടുവാ. നിനക്ക് മാറ്റണ്ടേ ചോറ് കഴിക്കോ നീ? അത് ചിലപ്പോ നോക്കിയാ അടിപൊളി മുട്ട ബിരിയാണി, മുട്ടയുടെ ചിക്കനുണ്ട്.
പുറത്തുനിന്ന് മേടിച്ചെന്നല്ലേ? അതെ നിങ്ങൾ വെച്ചാ ശരിയായില്ലെങ്കിൽ ചമ്മി പോകൂലേ പുറത്ത്. അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട് സാറേ? കഴിച്ചു നോക്കിയാ ബിരിയാണി എങ്ങനെയുണ്ട്? നന്നായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പം ഇന്നത്തെ പ്രോഗ്രാം അടിപൊളിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മച്ചി? വളരെ നന്നായിരുന്നു. നല്ലൊരു കൂട്ടായ്മയിലാണ് ഞങ്ങൾ അവിടെ ചെന്ന് പെട്ടത്. കടയിൽ നല്ല ഐശ്വര്യം, അവിടെ വെച്ചക്കളെ രൂപങ്ങൾക്ക് എന്തൊരു ഐശ്വര്യമാണെന്ന് അറിയാമോ. ഉടനെ ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഞങ്ങൾ ആ ക്ഷണത്തിന് സ്വീകരിച്ചു. അവരെല്ലാവരും ഞങ്ങൾ വളരെ സ്നേഹമായിട്ട് പെരുമാറി. ഇപ്പോൾ ഞങ്ങൾ മടക്കയാത്രയാണ്. ഐസ്ക്രീം ഉണ്ടായി. ഞങ്ങളിപ്പോൾ വണ്ടി ഇരുന്നത് കഴിക്കണം കേട്ടോ. പിന്നെ നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു, ഐസ്ക്രീമും കിട്ടി, ഐസ്ക്രീമും കഴിച്ചു. അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കാറിലിരുന്ന് കഴിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ ഉദ്ഘാടനം ഓർന്ന്. അപ്പൊ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണേണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.